Indian Atheist Publishers presents ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ. ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം 8 അധ്യായങ്ങളും 5 അനുബന്ധങ്ങളും ഉൾപ്പെടെ 13 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. അധ്യായം 8 പൊന്നമ്പലമേടും മകരവിളക്കും. കടുവയും പുലിയും കരടികളുമുള്ള കാടുകളിലൂടെ യാത്ര ചെയ്ത് ശബരിമലയിൽ പോകുക എന്നുള്ളത് സാഹസികന്മാരല്ലാത്ത സാധാരണ നാട്ടിൻപുറത്തെ കർഷകരുടെ സാഹസിക മനോഭാവത്തിന് വേണ്ടുവോളം വക നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്നോ എറണാകുളത്ത് നിന്നോ കാൽനടയായി ശബരിമല വരെ പോകാൻ ഇന്നത്തേതുപോലെ വലിയ സാഹസികത പണ്ടും ആവശ്യമുണ്ടായിരുന്നില്ല. പുരാതന കാലത്തെ കാശ്മീരിലെ ബദരിയിലും കേദാരനാഥത്തിലും ഒക്കെ പോയിരുന്ന യാത്ര എത്ര നിസ്സാരമാണ്. ഒരു ചെറിയ സാഹസിക യാത്ര, അതിൽ കവിഞ്ഞൊന്നും ശബരിമല യാത്രയിലില്ല. സ്വന്തം ഗ്രാമമോ തൊട്ടടുത്ത പട്ടണമോ വിട്ടുപോകാത്തവരെ സംബന്ധിച്ചിടത്തോളം 10-100 കിലോമീറ്റർ സഞ്ചരിച്ച് കുറച്ച് കാടും മേടും കാണുക പുതുമയുള്ള കാര്യവുമാണ്. അയ്യപ്പ ദർശനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്ന ഭക്തന്മാർ പറയുന്ന കഥകൾ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇടതൂർന്ന കാടുകളെയും മേടുകളെയും പറ്റിയുള്ള വിവരണങ്ങൾ, കടുവ പിടിച്ച ഏതോ അയ്യപ്പന്റെ ശവം കണ്ട് ഓടിയത്, പമ്പയാറിലെ വെള്ളത്തിന്റെ തണുപ്പ്, 18-ാം പടിയിലെ തിരക്ക്, അങ്ങനെ പോകുന്നു ആ കഥകൾ. അന്നൊന്നും അത്ഭുത രോഗശാന്തി കഥകൾ ഉണ്ടായിരുന്നില്ല. അത് അടുത്ത കാലത്ത് പെന്തക്കോസ്തുകാരിൽ നിന്ന് പകർത്തിയതാണ്. എന്റെ ചെറുപ്പകാലത്ത് പൊന്നമ്പലമേട്ടിലെ മകരവിളക്കിന്റെ അത്ഭുത കഥകൾ കേട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ 1920 വരെ ഇത്തരം കഥകൾ കേട്ടിട്ടില്ലെന്ന് പരേതനായ A.T. കോവൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രായമുള്ള പലരോടും ചോദിച്ചപ്പോൾ അവരും പറയുന്നത് 60-70 വർഷം മുമ്പ് പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതിസ് പ്രത്യക്ഷപ്പെടുമെന്ന് അന്ന് ഒരുത്തരും പറഞ്ഞു കേട്ടിട്ടില്ല എന്നാണ്. എന്നാൽ 1940-കൾക്ക് ശേഷം പൊന്നമ്പലമേട്ടിലെ ദിവ്യജ്യോതിസിനെ പറ്റിയുള്ള കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. ആരും എതിർക്കാനില്ലാതിരുന്നത് കൊണ്ട് കഥയ്ക്ക് വാലും ചിറകും ഉണ്ടായി. ശബരിമലയ്ക്കടുത്ത് ഇതുവരെ മനുഷ്യ പാദസ്പർശം ഏൽക്കാത്ത പൊന്നമ്പലമേട് എന്ന മലയിലാണ് അത്ഭുതകരമായ ഈ വിളക്ക് സ്വയം കത്തുന്നതെന്ന് ഒരു കൂട്ടർ പ്രചരിപ്പിച്ചു. വേറെ ചിലർ പറഞ്ഞു, അയ്യപ്പൻ ഭക്തജനങ്ങളെ കാണാൻ ദേവലോകത്തു നിന്ന് എഴുന്നള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം ആണ് അതെന്ന്. കേരളത്തിലെ പത്രങ്ങൾ മത്സരിച്ച് ഇതേപ്പറ്റിയുള്ള കഥകൾ എഴുതി പ്രചരിപ്പിച്ചു. റേഡിയോയും ഇക്കാര്യത്തിൽ മോശമായിരുന്നില്ല. സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലും ആർട്ടിക് പ്രദേശങ്ങളിലും സാഹസികരായ മനുഷ്യർ ചെന്നെത്തി. ഹിമാലയത്തിലെ ഉന്നത ശൃംഗങ്ങൾ അവർ കീഴടക്കി. എന്നിട്ട് നമ്മുടെ ചെറിയ സഖ്യപർവ്വതത്തിൽ മനുഷ്യ പാദസ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ആരാണത് വിശ്വസിക്കുക? 1800-കളിൽ വാർഡും കോണറും കൂടി സഖ്യപർവ്വതത്തിലെ സർവ്വമലകളും സർവേ ചെയ്യുകയും ഉയരം രേഖപ്പെടുത്തുകയും ചെയ്ത കഥ ഭക്തന്മാർക്ക് അറിയില്ലല്ലോ. ശബരിമലയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ മനുഷ്യന് കയറാൻ വയ്യാത്ത ഒരു മലയായി പൊന്നമ്പലമേട് തോന്നും എന്നുള്ളത് ശരിയാണ്. ഇവിടെ കയറാൻ വയ്യാത്തത് എന്ന് ഉദ്ധരണികൾ പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കേരളത്തിലെ സാധാരണ ഗ്രാമീണർക്ക് കയറാൻ വയ്യാത്തതെന്ന് തോന്നുമെങ്കിലും ഇതിനേക്കാൾ ചെങ്കുത്തായ മലകളിൽ മനുഷ്യർ ഇന്ന് കയറാറുണ്ട്. മൗണ്ടനിയറിംഗ്, അതായത് മലകയറ്റം, ഇന്നൊരു ശാസ്ത്രശാഖയായി തന്നെ വളർച്ച നേടിയിരിക്കുന്നു. ഹിമാലയത്തിലെ അതിർത്തി റോഡുകളിൽ പണിയെടുക്കുന്നവർ ഇതിനേക്കാൾ ചെങ്കുത്തായ മലകളിൽ കയറുകെട്ടി കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിലെ വലിയ മലകളും പർവ്വതങ്ങളും കണ്ടിട്ടുള്ളവർക്കും അതിൽ കയറിയിട്ടുള്ളവർക്കും പൊന്നമ്പലമേടോ ശബരിമലയോ ഒരു അത്ഭുതമായി തോന്നുകയില്ല. പക്ഷേ ഭക്തന്മാർ അത്തരക്കാരല്ലല്ലോ. അവരുടെ ചെറിയ മനസ്സുകളിൽ അത്ഭുതം വളർത്തി മുതലെടുക്കുകയാണ് ദേവസ്വം ബോർഡും അയ്യപ്പ സേവാ സംഘവും ചെയ്യുന്നത്. മകരജ്യോതിസിന്റെ രഹസ്യം പുറത്തായ കഥ. 1940-കൾക്ക് ശേഷം പ്രചാരത്തിൽ വന്ന മകരവിളക്കിന്റെ ദിവ്യകഥ ആദ്യമായി പൊളിച്ചത് യുക്തിവാദിയായ MRS നാഥൻ ആണ്. 1973 ജനുവരിയിൽ ഒരു നാൾ നാട്ടകത്തെ ഞങ്ങളുടെ പ്രസ്സിൽ തേരാളിയുടെ ഏതോ മാറ്റർ പരിശോധിച്ചുകൊണ്ട് ഞാൻ ഇരിക്കെ മുഖപരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നതിനെ തുടർന്ന് യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു വരുന്ന സമയമാണത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായ MRS നാഥൻ ആയിരുന്നു അത്. യുക്തിവാദി സംഘത്തിൽ അംഗത്വമെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന് അംഗത്വ ഫോറം കൊടുക്കുകയും ഉടനെ അത് പൂരിപ്പിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. 1940-കൾ മുതൽ പ്രചാരത്തിൽ വന്ന മകരജ്യോതിസ് എന്ന ദിവ്യാത്ഭുതത്തെപ്പറ്റി അതുവരെ ഭാവന ചെയ്തിട്ടില്ലാത്ത ചില വിവരങ്ങളാണ് തുടർന്ന്
MRS നാഥൻ നൽകിയത്. മകരവിളക്ക് ദിവസം ശബരിമലയിൽ നിന്ന് നോക്കുമ്പോൾ സന്ധ്യാനേരത്ത് പൊന്നമ്പലമേട്ടിൽ കാണുന്ന ജ്യോതിസ് പൊന്നമ്പലമേട്ടിലെ താമസക്കാരായ മലമ്പണ്ടാരങ്ങൾ എന്ന ഗിരിവർഗക്കാർ കത്തിക്കുന്നതായാണ് അതുവരെ ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത്. മേട്ടിൽ മലമ്പണ്ടാരങ്ങളുടെ കുടികൾ ഉണ്ടെന്നും വനാന്തരങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം കഴിച്ചിരുന്ന ഇവർ സ്വന്തം ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി സന്ധ്യയ്ക്കു ശേഷം തീ കത്തിക്കുന്നതാണ് ശബരിമലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതെന്നും ആണ് അക്കാലത്ത് ഞങ്ങളൊക്കെ കരുതിയിരുന്നത്. ശബരിമലയിലെ ക്ഷേത്രവുമായി ചെറുപ്പം മുതൽക്കേ ബന്ധപ്പെട്ട് ജീവിച്ചു പോരുന്നവരും ക്ഷേത്ര ചരിത്രം ഏറെക്കുറെ അറിയാവുന്നവരുമായ ചിലരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായി MRS നാഥൻ ഏറെക്കുറെ വ്യക്തിപരമായി ചില അന്വേഷണങ്ങൾ നടത്തി. മുമ്പൊക്കെ മേട്ടിൽ എല്ലാ കാലങ്ങളിലും രാത്രിയിൽ ഇടയ്ക്കിടെ തീജ്വാലകൾ മിന്നിയിരുന്നുവെന്നും അടുത്ത കാലത്തായി അത് മകരജ്യോതിസ് ദിവസം മാത്രമേ കാണാറുള്ളൂ എന്നും ചില ക്ഷേത്ര ജീവനക്കാരിൽ നിന്ന് അറിഞ്ഞതാണ് MRS നാഥനെ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. മലമ്പണ്ടാരങ്ങളെ മാറ്റി നിർത്തി ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെ ഇപ്പോൾ അവിടെ കൃത്യദിവസം സന്ധ്യയ്ക്ക് വലിയ പാത്രങ്ങളിൽ കർപ്പൂരം കത്തിച്ച് കൃത്രിമമായി ജ്യോതിസ് സൃഷ്ടിക്കുകയാണെന്ന് MRS നാഥൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. യുക്തിവാദികൾ ആരും തന്നെ അതുവരെ ആ രഹസ്യം മനസ്സിലാക്കിയിരുന്നില്ല. 1973 ജനുവരി 14 അടുത്ത മകരവിളക്ക് ദിവസം. ആ ദിവസം ചില സുഹൃത്തുക്കളോടൊപ്പം പൊന്നമ്പലമേട്ടിൽ പോയി ജ്യോതിസ് കത്തിക്കുന്നത് നേരിൽ കാണാൻ പരിപാടി ഇടുകയാണെന്ന് MRS നാഥൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അപകടകരമായ ഈ ജോലി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു. ആത്മവിശ്വാസത്തോടെ ആ യുവാവ് പ്രസിന്റെ പടിയിറങ്ങി നടന്നു പോയപ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യാത്ഭുത രഹസ്യം ഏതാനും ആഴ്ചകൾക്കകം വെളിയിൽ വരുമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ചു. MRS നാഥനിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അന്നു തന്നെ ഞാൻ കോവൂരിനെ എഴുതി അറിയിച്ചു. കോവൂരിന്റെ മറുപടി ആവേശം പകർന്നുകൊണ്ടായിരുന്നു. അദ്ദേഹം എഴുതി, പൊന്നമ്പലമേട്ടിൽ പോകുന്ന യുക്തിവാദികൾ വളരെ സൂക്ഷിച്ച് അവരുടെ ദൗത്യം നിർവഹിക്കണം, അപകടങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം. 1973 ജനുവരി 14 എല്ലാ പരിപാടികളും മാറ്റിവെച്ച് റേഡിയോയുടെ മുന്നിൽ ഞാനും കോട്ടയത്തെ ചില യുക്തിവാദി സുഹൃത്തുക്കളും ശബരിമലയിൽ നിന്നുള്ള ദൃക്സാക്ഷി വിവരണം കേൾക്കാൻ കാത്തിരുന്നു. ഏതാനും എലിവാണങ്ങളും പന്തങ്ങളുമായാണ് പൊന്നമ്പലമേട്ടിൽ പോകുന്നതെന്നും ജ്യോതിസിന്റെ സമയത്ത് അവ കത്തിക്കുമെന്നുമൊക്കെ MRS നാഥൻ എന്നോട് പറഞ്ഞിരുന്നു. ശബരിമലയിൽ നിന്നുള്ള ദൃക്സാക്ഷി വിവരണം പതിവ് പോലെ വന്നു തുടങ്ങി. പൊന്നമ്പലമേട്ടിൽ ഒരു ദീപമല്ല, ഒന്നിലധികം ദീപങ്ങൾ ഇപ്പോൾ ദൃശ്യമാണ്. ദീപങ്ങളുടെ ഒരു നിര തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അതൊരു പ്രഭാപൂരം തന്നെയാണ്, അവർണ്ണനീയമായ പ്രഭാപൂരം. വർഷങ്ങളായി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന ദിവ്യപ്രഭ. റേഡിയോയിലെ ദൃക്സാക്ഷി വിവരണം അങ്ങനെയാണ് തുടർന്നു വന്നത്. MRS നാഥനും സംഘവും പൊന്നമ്പലമേട്ടിൽ എത്തിച്ചേർന്നുവെന്നും അവർ കത്തിച്ച പന്തങ്ങളാണ് റേഡിയോയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട ദീപങ്ങളുടെ നിരയെന്നും ഞങ്ങൾക്ക് വ്യക്തമായി. ജ്യോതി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതായും അത് അന്തരീക്ഷത്തിൽ വിവിധ വർണ്ണങ്ങളിൽ വിലയം പ്രാപിച്ചതായും റേഡിയോയിൽ കേട്ടു. വാചാലനായിരുന്ന ദൃക്സാക്ഷി വിവരണക്കാരൻ പെട്ടെന്ന് നിശബ്ദനായി. പിറ്റേ ദിവസത്തെ പത്രങ്ങൾ ഇത് സംബന്ധിച്ച് എന്തു പറയുമെന്നറിയാൻ എനിക്ക് കൗതുകമുണ്ടായിരുന്നു. കലാനിലയം കൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന തനിനിറം ഒഴിച്ച് മറ്റൊരു പത്രവും അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന വിവിധ വർണ്ണങ്ങളിൽ വിലയം പ്രാപിച്ച അക്കൊല്ലത്തെ പ്രത്യേക ജ്യോതിസിനെ കുറിച്ച് എഴുതിയിരുന്നില്ലെന്നാണ് ഓർമ്മ. യുക്തിവാദികളുടെ കൈ ഇതിന്റെ പിന്നിലുള്ളതായി സംശയിക്കുന്നുവെന്നും ആ റിപ്പോർട്ടിൽ സൂചന ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം MRS നാഥൻ തേരാളി പ്രസിൽ മടങ്ങിയെത്തി. മകരജ്യോതിസിന്റെ രഹസ്യം പൊളിച്ച് റിപ്പോർട്ടുകളുമായി പല പത്രങ്ങളിലും പോയെങ്കിലും ആരും തന്നെ റിപ്പോർട്ട് കൊടുക്കാത്തതിൽ ആ സുഹൃത്ത് നിരാശനായി കണ്ടപ്പോൾ വിഷമം തോന്നി. തുടർന്ന് തേരാളി പ്രസിൽ നിന്നും എന്റെ അവതാരികയോടെ ഈ വിവരങ്ങളെല്ലാം കാണിച്ച് MRS നാഥന്റെ റിപ്പോർട്ട് ഒരു ലഘുലേഖയായി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. ശബരിമലയും മകരവിളക്കും ചൂഷണോപാധികൾ എന്ന ആ ലഘുലേഖയാണ് പിന്നീട് പൊന്നമ്പലമേട്ടിലേക്ക് നിരവധി വർഷങ്ങളിൽ യുക്തിവാദികളുടെ അന്വേഷണ സംഘങ്ങൾ പോകുന്നതിന് വഴിയൊരുക്കിയത്. ആ ലഘുലേഖയുടെ പ്രസക്ത ഭാഗങ്ങൾ ഈ പുസ്തകത്തിന്റെ അവസാനം അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. അനുബന്ധം 2. ഇങ്ങനെ MRS നാഥനും കൂട്ടരും കൂടി പൊന്നമ്പലമേട്ടിലെ മകരവിളക്കിനെ സംബന്ധിച്ചുള്ള കഥകൾ പൊളിച്ചുവെങ്കിലും അയ്യപ്പ സേവാ സംഘവും ദേവസ്വം ബോർഡും കള്ളപ്രചരണങ്ങൾ തുടർന്നിരുന്നു. അതിനെ ചെറുക്കുവാൻ കേരളത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള യുക്തിവാദികൾ ഒറ്റയ്ക്കും കൂട്ടായും ശ്രമം തുടർന്നു. ഓരോ വർഷവും മകരവിളക്ക് കൊളുത്തുന്നവരുടെ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുകയും അവർ ചെയ്തു. അങ്ങനെ സാമാന്യം ചിന്തിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ശബരിമല ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തിവന്ന ഈ ചൂഷണം മനസ്സിലാക്കി. ഈ പോക്ക് ദശാബ്ദങ്ങളായി തങ്ങൾ നടത്തിവരുന്ന ചൂഷണങ്ങൾക്ക് അറുതി കുറിക്കുമെന്ന് ദേവസ്വം ബോർഡുകാർക്ക് തോന്നി. 1983 പൊന്നമ്പലമേട്ടിൽ എത്തിയ യുക്തിവാദികളെ
പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിക്കുവാൻ അവർ തയ്യാറായത് ആ സാഹചര്യത്തിലാണ്. അന്ന് പൊന്നമ്പലമേട്ടിൽ പോയ ഇപ്പോൾ ഇന്ത്യൻ യുക്തിവാദ സംഘം കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കല്ലിയൂർ പ്രസന്നരാജ് ആ സംഭവം വിവരിക്കുന്നത് നോക്കുക. കോട്ട്: മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തികച്ചും അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവങ്ങളാണ് ഇക്കൊല്ലം, അതായത് 1983 പൊന്നമ്പലമേട്ടിൽ അരങ്ങേറിയത്. 150ഓളം യുക്തിവാദികൾ ഇക്കൊല്ലം പൊന്നമ്പലമേട്ടിൽ ചെല്ലുകയുണ്ടായി. അവരിൽ പലരെയും പോലീസ് അടിക്കുകയും ഇടിക്കുകയും ബൂട്ട്സ് ഇട്ട് ചവിട്ടുകയും മറ്റും ചെയ്തു. പോലീസിന്റെ മർദ്ദനമേറ്റ് ചിലർ തീരെ അവശരാവുകയുണ്ടായി. ഒടുവിൽ പോലീസിന്റെ സഹായത്തോടെ കർപ്പൂരം കത്തിച്ചുയർത്തി കാണിച്ചാണ് മകരജ്യോതിസ് എന്ന തട്ടിപ്പ് അവർ നടത്തിയത്. പോലീസ് മർദ്ദനത്തെയും തുടർന്ന് നടന്ന മകരജ്യോതിസ് തട്ടിപ്പിനെയും സംബന്ധിച്ച് വിശദ വിവരങ്ങൾ അറിയാനുള്ള വായനക്കാരുടെ താല്പര്യത്തെ പരിഗണിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് താഴെ കൊടുക്കുന്നു. 1983 ജനുവരി 12 ബുധൻ. കല്ലിയൂർ പ്രസന്നരാജിന്റെ കുറിപ്പ് തുടരുകയാണ്. കോട്ട്: തുടർച്ചയായി വർഷം തോറും പൊന്നമ്പലമേട്ടിൽ പോകുന്നതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിലും ഈ വർഷത്തെ മകരജ്യോതിസ് തട്ടിപ്പിനെ സംബന്ധിച്ച വിവരങ്ങൾ മാസികയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനും പൊന്നമ്പലമേട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയും രാത്രി 10 മണിക്ക് തിരുവനന്തപുരം KSRTC ബസ് സ്റ്റേഷനിൽ തമ്പാനൂരിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴവിടെ പൊന്നമ്പലമേട്ടിൽ പോകാൻ തയ്യാറായി 20-ൽ പരം യുക്തിവാദികളും അല്ലാത്തവരുമായവർ ഉണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നും പുറപ്പെടുന്ന ആനത്തോട് വണ്ടിയിൽ കയറിയാൽ കൊച്ചുപമ്പ എന്ന സ്ഥലത്തിറങ്ങാം. അവിടെ നിന്നും 5 കിലോമീറ്റർ നടന്നാണ് പൊന്നമ്പലമേട്ടിൽ എത്തുക. ചെങ്ങന്നൂർ പോയിട്ട് അവിടെ നിന്നും ആ ബസ്സിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും ഏതാനും ദിവസങ്ങളായി ആ ബസ് ഓടിക്കുന്നില്ലെന്ന് അന്വേഷണത്തിൽ അറിഞ്ഞതിനാൽ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നു. കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന കക്കി പമ്പ ബസ്സിൽ കയറി പമ്പ ഡാമിൽ ഇറങ്ങുക. അവിടെ നിന്ന് 5 കിലോമീറ്റർ നടന്ന് കൊച്ചുപമ്പയിൽ എത്താവുന്നതാണ്. ഈ ലക്ഷ്യത്തോടെ രാത്രി തന്നെ കൊല്ലത്തേക്ക് ബസ് കയറി. രാവിലെ 7:10 പമ്പ ബസ്. അതിനാൽ രാത്രി ഏതാനും മണിക്കൂർ കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഉറങ്ങി. 1983 ജനുവരി 13 വ്യാഴം. രാവിലെ 7:10 കൊല്ലത്തു നിന്നും പുറപ്പെട്ട ഞങ്ങൾ കയറിയ ബസ് മൂഴിയാർ വഴി പമ്പയിലെത്തിയപ്പോൾ സമയം 3:30 കഴിഞ്ഞിരുന്നു. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നും ചായ കുടിച്ചതിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് നടന്ന് കൊച്ചി പമ്പയിൽ എത്തി. അപ്പോഴവിടെ വണ്ടിപ്പെരിയാർ വഴി തിരുവനന്തപുരത്ത് നിന്നും വില്യം ഫ്ലെച്ചറും മറ്റു 4 പേരും, തിരുവല്ലയിൽ നിന്ന് മറ്റു 2 പേരും, കായംകുളത്ത് നിന്ന് ഒരാളും എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കൊയിലാണ്ടിയിൽ നിന്നുള്ള 6 പേരും അപ്പോഴവിടെ എത്തിച്ചേർന്നു. അവർ ശബരിമലയിൽ പോയിട്ട് വരുന്നവരായിരുന്നു. 2 ദിവസം മകരജ്യോതിസ്. മകരജ്യോതിസ് യഥാർത്ഥത്തിൽ കാണേണ്ടത് അല്ലെങ്കിൽ കാണിക്കേണ്ടത് നാളെയാണെങ്കിലും ഇന്നും കാണിക്കണമെന്നായിരുന്നു പൊതുവെയുള്ള തീരുമാനം. അതനുസരിച്ച് എല്ലാവരും കൂടി പൊന്നമ്പലമേട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയ ഉടൻ മകരവിളക്ക് സാധാരണ കാണിക്കാറുള്ള പാറമേൽ ചുറ്റികളും മറ്റും കൂട്ടിവെച്ചു. അപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ട്രാൻസിസ്റ്ററിൽ നിന്നും പ്രാദേശിക വാർത്ത അന്ന് ഉച്ചയ്ക്ക് ശേഷം ശബരിമലയിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി കടകളും മറ്റും കത്തിപ്പോയെന്നും നിരവധി പേർക്ക് പരിക്ക് പറ്റിയെന്നും അറിഞ്ഞു. അവിടുത്തെ ഈ ബഹളത്തിനിടയിൽ ഞങ്ങൾ ഇവിടെ തീ കൊളുത്തിയാലും ആരും കാണുകയില്ലെന്ന് ഞങ്ങൾ ഊഹിച്ചു. അടുത്ത ദിവസത്തിലെ ഒരു പത്രത്തിലും ഞങ്ങൾ അന്ന് തീ കത്തിച്ച വിവരം ഇല്ലാതിരുന്നതിൽ നിന്നും ഞങ്ങളുടെ ഊഹം ശരിയാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തലേ ദിവസം കത്തിച്ചത് അടുത്ത ദിവസം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വർഷം പത്രക്കാർ കണ്ടില്ലെങ്കിലും 2 ദിവസവും ജ്യോതി കണ്ട പല അയ്യപ്പ ഭക്തന്മാരും ഉണ്ട്. വന്ന സ്ഥിതിക്ക് തീ കത്തിക്കാതെ മടങ്ങുന്നത് ശരിയല്ലെന്ന് കരുതി സന്ധ്യയാകാനായി കാത്തിരുന്നു. 6:40 ആയപ്പോൾ ഞങ്ങൾ ചുള്ളിയിൽ തീ കത്തിച്ചു. 10 മിനിറ്റ് കൊണ്ട് അത് കത്തിത്തീർന്നു. ഉടൻ തന്നെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. കൂടുതൽ നടക്കാതിരിക്കാൻ വേണ്ടി ഞാനും വില്യം ഫ്ലെച്ചറും മറ്റേതാനും പേരും കൊച്ചു പമ്പയിലെ ഒരു വീട്ടിൽ ക്യാമ്പ് ചെയ്തു. ധനുവച്ചപുര സുകുമാരൻ ഉൾപ്പെടെ ഒരു ഗ്രൂപ്പ് പമ്പ ഡാം UP സ്കൂളിൽ പോയി ക്യാമ്പ് ചെയ്തു. 1983 ജനുവരി 14 വെള്ളി. രാവിലെ എണീറ്റ് ചൂടുകാപ്പി കുടിച്ചെങ്കിലും തണുപ്പ് മാറിയില്ല. 10 മണിയോടുകൂടി പമ്പയിൽ നിന്നും കുളിച്ചു. ഉച്ചവരെ തികച്ചും വിശ്രമം തന്നെയായിരുന്നു. കൊച്ചു പമ്പയിൽ നിന്നും പൊന്നമ്പലമേട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഒരുപക്ഷെ ഞങ്ങളെ പോലീസ് തടഞ്ഞേക്കാമെന്ന സംശയം ഉണ്ടായിരുന്നതിനാൽ പോലീസ് എത്തുന്നതിന് മുമ്പായി ഉച്ചയൂണ് കഴിഞ്ഞാലുടൻ പൊന്നമ്പലമേട്ടിലേക്ക് പുറപ്പെടണം എന്നതായിരുന്നു ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് സ്കൂളിൽ ക്യാമ്പ് ചെയ്തിരുന്നവരിൽ സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ കുറച്ചുപേർ 2:15 മണി ആയപ്പോഴേക്കും കൊച്ചു പമ്പയിൽ എത്തി. ഇന്നലെ രാത്രി മുതലുള്ള വിശേഷങ്ങൾ അവരോട് തിരക്കിയപ്പോൾ ഇതിനകം പല ജില്ലകളിൽ നിന്നായി കൂടുതൽ യുക്തിവാദികൾ അവിടെ എത്തിയിട്ടുള്ളതായി പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ നിന്നും
KNRന്റെ നേതൃത്വത്തിൽ ഒരു ടെമ്പോയിൽ 20 പേരും വടക്കാഞ്ചേരി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കാറുകളിൽ 27 പേരടങ്ങുന്ന സംഘവും കൂടാതെ പയ്യന്നൂർ, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെറിയ സംഘങ്ങളും അവിടെ എത്തിയിട്ടുള്ളതായി പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 4 ജീപ്പ് നിറയെ പോലീസ് പൊന്നമ്പലമേട്ടിലേക്ക് പോയി. ആ ജീപ്പുകൾ ക്യാമറയിൽ പകർത്താൻ ഒരു സുഹൃത്ത് ശ്രമിച്ചപ്പോൾ ജീപ്പിൽ ഇരുന്നു കൊണ്ട് എടുക്കരുതരാ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. പക്ഷെ അതിനകം ക്ലിക്ക് ചെയ്തിരുന്നു. നേരത്തെ ആ പോലീസ് സംഘം സ്കൂളിനടുത്തുള്ള ക്യാൻറ്റീനിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന യുക്തിവാദികളെ എണ്ണി നോക്കുകയും പോലീസിന്റെ നമ്പർ കുറിച്ചെടുത്തപ്പോൾ പോലീസ് തങ്ങളുടെ നമ്പർ ഊരിയെടുത്ത് പോക്കറ്റിലാക്കുകയും ചെയ്തു അത്രേ. പിന്നീട് പൊന്നമ്പലമേട്ടിൽ നടന്ന മർദ്ദനത്തിന്റെ വെളിച്ചത്തിൽ പോലീസിന്റെ ഈ പ്രവൃത്തി കണക്ക് കൂട്ടിയായിരുന്നുവെന്ന് വ്യക്തമാണ്. സ്കൂളിൽ ക്യാമ്പ് ചെയ്തിരുന്നവരെല്ലാം തന്നെ എത്തിച്ചേർന്നിരുന്നില്ലെങ്കിലും പോലീസ് പൊന്നമ്പലമേട്ടിലേക്ക് പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒട്ടും വൈകാൻ പാടില്ലെന്ന നിഗമനത്തിൽ സുകുമാരന്റെ നേതൃത്വത്തിൽ 30ഓളം പേരടങ്ങുന്ന ആദ്യ സംഘം പൊന്നമ്പലമേട്ടിലേക്ക് നടന്നു. മിക്കവരുടെയും കൈവശം എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കാൻ വേണ്ടി പേപ്പറും പേനയും, ചിലരുടെ കൈവശം ടോർച്ച്, തിരിച്ചു വരുമ്പോൾ പന്തം കത്തിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള മണ്ണെണ്ണയും തുണിയും 2 പേർ കൈവശം കരുതി. കാട്ടിലൂടെയുള്ള ഒരു യാത്രയല്ലേ എന്ന് കരുതി കഠാരയോ ചെറുതോ വലുതോ ആയ കത്തികളോ കരുതിയവരായിരുന്നു ചിലർ. ഈ ആയുധങ്ങൾ കരുതിയിരുന്നത് ആരെങ്കിലുമായി ഒരു സംഘട്ടനത്തിനു വേണ്ടി അല്ലെന്നും വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നുവെന്നും പറയേണ്ടതില്ലല്ലോ. രാവിലെ പമ്പാ ഡാമിനടുത്തുള്ള കാട്ടിൽ വെച്ച് ഒരു ആനയെ കൊണ്ട് ചിലർ ഓടേണ്ടി വന്നുവെന്നതൊഴിച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്നും ആക്രമണമൊന്നും ഉണ്ടായില്ലെങ്കിലും കത്തികളും മറ്റും വെച്ചിരുന്നത് കാരണം പലർക്കും പോലീസിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ആദ്യ സംഘം പുറപ്പെട്ട് 15 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഉൾപ്പെടെ രണ്ടാമത്തെ സംഘം പൊന്നമ്പലമേട്ടിലേക്ക് യാത്രയായത്. 10 പേരടങ്ങുന്ന ഒരു ചെറു സംഘമായിരുന്നു ഞങ്ങളുടേത്. കാനനഭംഗി ആസ്വദിച്ചും തമാശകൾ പറഞ്ഞും വളരെ സാവധാനത്തിലായിരുന്നു ഞങ്ങൾ നടന്നിരുന്നത്. ജീപ്പ് റോഡ് കഴിഞ്ഞ് പൊന്നമ്പലമേട്ടിലേക്ക് തിരിയുന്ന ഭാഗത്തെത്തിയപ്പോൾ അവിടെ നേരത്തെ കൊന്നിരുന്ന 4 പോലീസ് ജീപ്പുകളും കിടന്നിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ 2 പോലീസുകാർ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ അല്പനേരം നിന്ന് ആ ജീപ്പുകളുടെ നമ്പർ കുറിച്ചെടുത്ത ശേഷം പുൽമേടിലൂടെ മുകളിലേക്ക് നടന്നു. മകരജ്യോതിസ് കത്തിക്കുന്നതിന് കുറച്ചിപ്പുറമായി വഴിക്കരികിൽ ആദ്യ ബാച്ചിലുണ്ടായിരുന്ന 60 കഴിഞ്ഞ് കീഴ്പ്പാളൂർ ചെല്ലപ്പൻ പിള്ള ഇരിക്കുന്നത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ഞാൻ തിരക്കി. മുകളിൽ എന്തോ കുഴപ്പം നടക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ മറുപടിയിൽ ശ്രദ്ധിക്കാതെ ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നവരും മുകളിലേക്ക് നടന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ആ കാഴ്ച കണ്ടത്. മകരജ്യോതിസ് കത്തിക്കുന്ന പാറയിൽ നിന്നും 100 അടിയോളം അകലെ ഒരു പാറമേൽ ആദ്യ സംഘത്തിലുള്ളവരെല്ലാം ഇരിക്കുന്നു. ആരും ഷർട്ടും ബനിയനും ധരിച്ചിട്ടില്ല. എല്ലാവർക്കും ക്ഷീണിച്ചതും നിസ്സഹായത സ്ഫുരിക്കുന്നതുമായ മുഖഭാവം. ചുറ്റും പോലീസ്. ഈ രംഗം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും അങ്ങോട്ടേക്ക് തന്നെ നടന്നു. ഇതിനിടെ ഒരാളെ ഒരു SI അടിക്കുന്നത് കണ്ടു. അപ്പോഴാണ് രംഗത്തിന്റെ ചൂട് ശരിക്കും മനസ്സിലായത്. ഞങ്ങളുടെ വേഗത കുറഞ്ഞു. എന്റെ കൈവശമുണ്ടായിരുന്ന മാസികയും ജീപ്പുകളുടെ നമ്പർ കുറിച്ചെടുത്ത പേപ്പറും നടക്കുന്നതിനിടയിൽ ആ പുല്ലുകൾക്കിടയിലേക്ക് എറിഞ്ഞു. എന്നോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ചിലരും എന്തൊക്കെയോ ഉപേക്ഷിച്ചിരുന്നു. ഞങ്ങൾ വരിവരിയായി കയറി ചെന്നപ്പോൾ ആദ്യത്തെ സുഹൃത്തിനോട് എന്തിനു വന്നടാ എന്ന് ചോദിച്ചുകൊണ്ട് മുതുകിൽ ഒരു പോലീസുകാരൻ ഇടിച്ചു. ഉടുപ്പ് ഊരടാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ അടുത്ത ഒരു ഇടിയും കൊടുത്തു. അപ്പോഴേക്കും ഷർട്ട് ഊരി എറിഞ്ഞിട്ട് അയാൾ ഇരുന്നു കഴിഞ്ഞിരുന്നു. അടുത്തതായി ചെന്നവർക്കും ഒക്കെ അടിയോ ഇടിയോ കിട്ടി. ഷർട്ട് ഊരിക്കൊണ്ടാണ് ഞാൻ കടന്നിരുന്നതെങ്കിലും എന്നെയും ഇടിച്ചു. അപ്പോഴാണ് ഞാൻ കഴുത്തിൽ ഒരു ശംഖുമാല ഇട്ടിരിക്കുന്നത് അവർ കണ്ടത്. മാല ഇട്ടോണ്ടാണോടാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ആരോ അടിച്ചു. ശബരിമലയിൽ പോകുന്നവർ ഇടുന്ന മാലയാണെന്നായിരിക്കണം അവർ ധരിച്ചത്. അതിനാൽ ഇത് ശംഖുമാലയാണ് എന്ന് അടുത്ത അടിക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേഗത്തിൽ മറ്റുള്ളവരോടൊപ്പം ഞാൻ ഇരിപ്പ് ഉറപ്പിച്ചു. ഇതിനകം എന്റെ കഴുത്തിലുണ്ടായിരുന്ന ശംഖുമാല പൊട്ടിച്ചെതിറിപ്പോയിരുന്നു. എത്ര അടി കിട്ടിയെന്നോ ഇടി കിട്ടിയെന്നോ കൃത്യമായി ഓർക്കാൻ ശ്രമിച്ചിട്ട് അതിന് കഴിഞ്ഞില്ല. പക്ഷെ മുറിവിൽ നിന്നുണ്ടാകാറുള്ള വേദന അനുഭവപ്പെട്ടപ്പോൾ ഞാൻ കൈകൊണ്ട് ആ ഭാഗം തടവി നോക്കി. കയ്യിൽ രക്തം പുരണ്ടു. അവർ അടിക്കുകയും ഇടിക്കുകയും ചെയ്തെങ്കിലും മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ മുളവടി കൊണ്ട് കുത്തിയതായിരിക്കുമോ? എന്റെ തൊട്ടടുത്തിരുന്ന സുഹൃത്തിനോട് സ്ഥലം എവിടെയാണെന്ന് ഒരു പോലീസുകാരൻ ചോദിച്ചു. മറുപടി പറഞ്ഞതും ആ സുഹൃത്തിന്റെ മുതുകിൽ പോലീസുകാരൻ ചവിട്ടിയതും ഒന്നിച്ചു കഴിഞ്ഞു. അടുത്ത ചവിട്ട് എനിക്കാണെന്നുള്ള പ്രതീക്ഷയിൽ എന്റെ മുതുക് ചവിട്ട് കൊള്ളുവാൻ തയ്യാറെടുത്തു. അയാൾ എന്നെ ചവിട്ടിയില്ല. ഒരുപക്ഷെ മുതുകിലെ മുറിവ് കണ്ടതുകൊണ്ടാകാം. ഇത്തരത്തിലുള്ള മർദ്ദനം ആരും പ്രതീക്ഷിച്ചില്ലാതിരുന്നതുകൊണ്ട് മാനസികമായും ശാരീരികമായും എല്ലാവരും തളർന്നുപോയി. ആരും ഒന്നും ശബ്ദിച്ചില്ല. ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നും മാറിയിരുന്നു. ബാക്കിയുള്ളവർ ഞങ്ങളിൽ ചിലരെ ചോദ്യം ചെയ്യുകയും തല്ലുകയും ചെയ്തു. ഇതിനിടെ റൈഫിൾ നിറച്ചു വെക്കാൻ റൈഫിൾധാരിയായ പോലീസുകാരനോട് ഒരു മേലുദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു. ഞങ്ങളിൽ നിന്നെല്ലാം ടോർച്ച്, റേഡിയോ, ക്യാമറ ഇവയെല്ലാം അവർ വാങ്ങി. ട്രാൻസിസ്റ്ററുകളിൽ നിന്നും ബാറ്ററി മാറ്റി ക്യാമറകളിൽ
ലോഡ് ചെയ്തിരുന്ന ഫിലിം പുറത്തേക്കെടുത്തു. നേരത്തെ പോലീസ് ജീപ്പിന്റെ ഒരു ചിത്രം എടുത്തു വെച്ചിരുന്നുവല്ലോ, അത് ഏത് ഫിലിമിലാണെന്ന് അവർ നോക്കി. ഏതാണെന്ന് അവർ ഞങ്ങളോടായി ചോദിക്കുകയും ചെയ്തു. ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഒരു ഫിലിമിന്റെ അറ്റം നല്ലവണ്ണം കറുത്തിരിക്കുന്നത് കണ്ടിട്ട് അതാണ് ജീപ്പിന്റേതെന്ന് പറഞ്ഞവർ സമാധാനിച്ചു. ഡാർക്ക് റൂമിൽ വെച്ച് ചില പ്രത്യേക രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിയെടുക്കുന്നതിന് മുമ്പ് സൂര്യപ്രകാശത്തിൽ ഫിലിം കാണിച്ചാൽ അതിലെടുത്തിട്ടുള്ള ചിത്രം തെളിയില്ലെന്ന് ഇത്രയും കാലമായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലെന്ന് മർദ്ദനമേറ്റിരുന്നവർക്ക് മനസ്സിലായപ്പോൾ അവരുടെ മനസ്സുകളിൽ ചിരി കൂറി. ഞങ്ങളിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങുകയും ക്യാമറകളിൽ നിന്ന് ഫിലിമുകൾ പുറത്തെടുക്കുകയും ചെയ്തുവെങ്കിലും ഒരു ക്യാമറ മാത്രം പോലീസിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന വെള്ളറട രാധാകൃഷ്ണന്റേതായിരുന്നു ആ ക്യാമറ. ഷർട്ടൂരി മാറ്റിയ കൂട്ടത്തിൽ രാധാകൃഷ്ണൻ തന്റെ ക്യാമറ കൂടി അതിനുള്ളിലാക്കി മാറ്റിവെച്ചു. അത് കാരണം ആ ക്യാമറയിൽ എടുത്തിരുന്ന പോലീസ് ജീപ്പുകളുടെ ഒരു ഫോട്ടോ നശിക്കാനിടയായില്ല. ആദ്യ ബാച്ചിനോടൊപ്പം ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ അവിടെ പാർക്ക് ചെയ്തിരുന്ന പോലീസ് ജീപ്പുകളുടെ ഫോട്ടോ എടുത്തിട്ടായിരുന്നു മകരജ്യോതിസ് കത്തിക്കുന്ന ഭാഗത്തേക്ക് പോയത്. നേരത്തെ ജീപ്പിൽ പോലീസ് വന്നപ്പോൾ കൊച്ചി പമ്പയിൽ വെച്ച് ഒരു സുഹൃത്തെടുത്ത ഫോട്ടോ നശിപ്പിക്കുവാൻ പോലീസിന് സാധിച്ചുവെങ്കിലും പൊന്നമ്പലമേട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പുകളുടെ ഫോട്ടോ രാധാകൃഷ്ണൻ എടുത്തത് തന്ത്രപൂർവമായ പെരുമാറ്റം കാരണം പോലീസിന് നശിപ്പിക്കാൻ കഴിയാതെ പോയി. ഞങ്ങൾക്കു ശേഷം വന്ന ഗ്രൂപ്പുകളിൽപ്പെട്ടവരിൽ മിക്കവരെയും ചെറിയ തോതിലെങ്കിലും മർദ്ദിക്കാതിരുന്നില്ല. ഇടയ്ക്ക് നേരത്തെ വഴിയരികിൽ ഇരിക്കുകയായിരുന്ന ചെല്ലപ്പൻ പിള്ളയെ ഒരു പോലീസുകാരൻ പിടിച്ചുകൊണ്ടുവരികയും കൈവശം ഉണ്ടായിരുന്ന സഞ്ചി പരിശോധിക്കുകയും ചെയ്തു. അതിൽ 2 കത്തികൾ കണ്ടുകിട്ടി. പിന്നെ 60 കഴിഞ്ഞ് ആ മനുഷ്യന്റെ മേൽ നടത്തിയ മർദ്ദനത്തെക്കുറിച്ച് പറയാതിരിക്കുകയാവും ഭേദം. ചെറിയ ഗ്രൂപ്പുകളായി യുക്തിവാദികൾ വന്നത് കാരണം മർദ്ദനം വളരെ നേരം നീണ്ടുനിന്നു. കൂടാതെ അസഭ്യവാക്കുകളും സുലഭമായി അവർ ഉപയോഗിച്ചിരുന്നു. ജ്യോതിസ് കത്തിക്കേണ്ട സമയം അടുക്കും തോറും മർദ്ദനത്തിന്റെ കാഠിന്യം കുറഞ്ഞു വന്നു. റേഡിയോകളും ക്യാമറകളും തിരിച്ചു നൽകി. പക്ഷെ ചിലർക്ക് സാധനങ്ങൾ തിരിച്ചു കിട്ടിയില്ല എന്നും പരാതിയുണ്ട്. ശബരിമലയിൽ നിന്നുള്ള കമന്ററി കേട്ടുകൊള്ളാൻ പറഞ്ഞു. ഷർട്ടുകളും ധരിച്ചുകൊള്ളാൻ അനുവദിച്ചു. കായംകുളത്തു നിന്നും വന്ന ഒരു ഹൈസ്കൂൾ അധ്യാപകനും സജീവ യുക്തിവാദ പ്രവർത്തകനുമായ കെ രാജപ്പനോട് വാദ്യാർക്ക് വെള്ളം വേണോ എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അടിപിടിച്ച് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മർദ്ദനമേറ്റ അവശനായ മറ്റൊരാൾക്ക് വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കാനുള്ള സൗമനസ്യം പോലീസ് കാട്ടി. കുറച്ചു കഴിഞ്ഞ് വാദ്യാർ ഒരു പഴം തിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദികളിൽ നിന്നെടുത്ത ഒരു ഏത്തപ്പഴം കെ രാജപ്പന്റെ നേർക്ക് ഒരു SI എറിഞ്ഞു കൊടുത്തു. മറ്റു ചില അധ്യാപകരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അവരെ അറിയാത്തതുകൊണ്ടോ എന്തോ പോലീസ് ആകെ കൂടി അല്പം നല്ല രീതിയിൽ പെരുമാറിയത് ആ വാദ്യാരോട് മാത്രമായിരുന്നു. ശബരിമലയ്ക്ക് അഭിമുഖമായി പൊന്നമ്പലമേട്ടിൽ തള്ളി നിൽക്കുന്ന ഒരു പാറമേലാണ് എല്ലാ വർഷവും മകരജ്യോതിസ് കത്തിച്ചു കാട്ടുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഡ്രൈവറായ ഗോപി എന്നൊരാളാണ് ജ്യോതിസ് കത്തിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഗോപി വന്നിരുന്നില്ല. മറ്റൊരാളാണ് കത്തിച്ചത്. ഈ വർഷം ഗോപി തന്നെയായിരുന്നു കത്തിച്ചത്. മകരജ്യോതിസ് കത്തിക്കേണ്ട സമയമായപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഏതാനും പോലീസുകാർ നിന്നിട്ട് ബാക്കിയുള്ളവർ ജ്യോതിസ് കത്തിക്കേണ്ട ഭാഗത്തേക്ക് പോയി. 150ഓളം യുക്തിവാദികളെ കൂടാതെ പമ്പ, കൊച്ചി പമ്പ നിവാസികളും ഉദ്യോഗസ്ഥന്മാരുമടക്കം 250ഓളം പേരും അവിടെ ഉണ്ടായിരുന്നു. പതിവിന് വിപരീതമായി ഇത്തവണ സ്ത്രീകളായി അവിടെ ഉണ്ടായിരുന്നത് വണ്ടിപ്പെരിയാറിലെ ഒരു ഡോക്ടറുടെ ഭാര്യയും മകളും മാത്രമായിരുന്നു. ജ്യോതിസ് കത്തിക്കേണ്ട സമയമായപ്പോഴേക്കും ശബരിമലയിൽ നിന്നും സെർച്ച് ലൈറ്റ് പൊന്നമ്പലമേടിനെ ലക്ഷ്യമാക്കി മിന്നി. അപ്പോഴേക്കും നേരത്തെ സജ്ജീകരിച്ചിരുന്ന കർപ്പൂരം കത്തിച്ചേർത്തിയിട്ട് താഴ്ത്തി. ഉടനെ റേഡിയോയിൽ നിന്നും കമന്ററി കേട്ടത് ഇങ്ങനെയായിരുന്നു: ഇതാ മകരജ്യോതിസ് കാണുന്നു. ആ മകരജ്യോതിസ് മത്താപ്പ് പോലെ ഉയർന്നിട്ട് താഴോട്ട് പോയി. രണ്ടാമതും കർപ്പൂരം കത്തിച്ച് ഉയർത്തിയെങ്കിലും അത് കെട്ടുപോയത് കൊണ്ടാവണം കമന്ററിയിൽ ഒന്നും പറഞ്ഞില്ല. മൂന്നാമതും കത്തിച്ചുയർത്തിയപ്പോഴാണ് വീണ്ടും കമന്ററിയിൽ അതാ ജ്യോതിസ് വീണ്ടും ഉയരുന്നു, ജനങ്ങൾ മുഴുവൻ കൈകൂപ്പി വന്നിക്കുകയാണ് എന്ന് കേട്ടത്. അങ്ങനെ 3 പ്രാവശ്യം മകരജ്യോതിസ് കത്തിച്ച് കാണിച്ച് ശരണം വിളിയോടെ ഈ വർഷത്തെ മകരജ്യോതിസ് തട്ടിപ്പ് അവസാനിപ്പിച്ചു. അവർ പൊന്നമ്പലമേട്ടിൽ നിന്ന് താഴേക്കിറങ്ങി. അവർക്കെല്ലാം പുറകിലായി ഞങ്ങളോട് വരിവരിയായി പോകാൻ പോലീസ് പറഞ്ഞു. ഞങ്ങൾക്ക് പുറകിലായിട്ടാണ് പോലീസ് വന്നിരുന്നത്. അൺകോട്ട്. ഇത് കല്ലൂർ പ്രസന്നരാജ് എഴുതിയ മകരജ്യോതിസ് തട്ടിപ്പും പൊന്നമ്പലമേട്ടിലെ പോലീസ് മർദ്ദനവും എന്ന ലഘുലേഖയിൽ നിന്നാണ്. പേജ് 10 മുതൽ 20 വരെയുള്ള ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചത്. ഇങ്ങനെ പോലീസിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് കത്തിക്കുന്നത്. മനുഷ്യ പാദസ്പർശമേൽക്കാത്ത സ്ഥലത്ത് അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്ന മകരവിളക്ക് എന്ന കഥ അതോടെ പൂർണ്ണമായും പൊളിഞ്ഞു. ഇതേ തുടർന്ന് ഇന്ത്യൻ യുക്തിവാദി സംഘം സെക്രട്ടറി ജനറലായ സനൽ ഇടമറുകിന്റെ നേതൃത്വത്തിൽ 1990 ജനുവരിയിൽ 10,000 പേർ പൊന്നമ്പലമേട്ടിലേക്ക് മാർച്ച് ചെയ്യാൻ തയ്യാറായതോടെയാണ് മകരജ്യോതിസുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വ്യാപകമായി
പൊതുജന ശ്രദ്ധ നേടിയത്. ഗവൺമെന്റിന്റെ ഒത്താശയോടെ ദേവസ്വം ബോർഡുകാർ കത്തിക്കുന്നതാണ് മകരജ്യോതിസ് എന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കണം എന്നതായിരുന്നു ജാഥയുടെ ആവശ്യം. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദിവസം കർപ്പൂരം കത്തിച്ച് ഒരു ആരാധന നടത്തുകയാണെന്നും ആരാധന തടയാൻ യുക്തിവാദികൾ ശ്രമിക്കുന്നത് കുറ്റകരമാകും എന്നും ഒരു പുതിയ വാദമുഖം ഗവൺമെന്റ് കൊണ്ടുവന്നതുകൊണ്ടാണ് അക്കാര്യം ഗവൺമെന്റ് പരസ്യമായി സമ്മതിക്കണം എന്ന ആശയം പൊന്നമ്പലമേട് മാർച്ചിന്റെ ലക്ഷ്യമായി സ്വീകരിച്ചത്. വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഈ ജാഥയ്ക്കെതിരായി കേരള കൗമുദി എഡിറ്റോറിയൽ എഴുതുകയും ഹിന്ദു മുന്നണി നേതാക്കളും അയ്യപ്പ സേവാ സംഘവും ദേവസ്വം ബോർഡും ഒക്കെ വ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്തു. അയ്യപ്പ ഭക്തന്മാരുടെ പ്രീതിക്ക് വേണ്ടി ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും പൊന്നമ്പലമേട് മാർച്ചിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സനലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം വാഹനജാഥ നടത്തിയതിനു ശേഷം അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാർ മകരജ്യോതിസ് സംബന്ധിച്ച എന്റെ ചോദ്യങ്ങൾക്ക് അത് പട്ടതിരിപ്പാടിന്റെ പണിയാണ് എന്ന് വിശദീകരണം നൽകുകയും ഞാനത് ടേപ്പ് റെക്കോർഡറിൽ പകർത്തുകയും ചെയ്തു. പട്ടതിരിപ്പാട് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളാണ്. EMSന്റെ അടുത്ത ബന്ധുവുമാണ് ഈ പട്ടതിരിപ്പാട്. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോടെ ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ ഈ ജാഥ പൊന്നമ്പലമേട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചു. ശബരിമലയിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അസത്യ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ വൻ വിജയം നേടിയ പൊന്നമ്പലമേട് മാർച്ചിന്റെ റിപ്പോർട്ടും അത് സംബന്ധിച്ച രേഖകളും ഈ പുസ്തകത്തിന്റെ അവസാനം അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റെഫറൻസ്, ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക. നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.